ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ ബലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈഃ ആബീദം നാരദാദ്യൈഃ വിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച പീതാംബരം ഗരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീഹരേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, ഏവർക്കും സാദര നമസ്കാരം. നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാരായണീയ പഠനം ഇന്ന് പാഠം 63 ആണ് പഠിക്കുന്നത്. ദശകം 21. നവവരുഷങ്ങളും സപ്തദ്വീപാദികളും എന്ന 21-ാം ദശകത്തിലെ 6 ശ്ലോകങ്ങൾ വരെയാണ് പഠിച്ചത്. അടുത്തത് ശ്ലോകം 7 ശ്രദ്ധയോടുകൂടി കേൾക്കുക. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാ ധരണ്യാ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈഃ ദംഷ്ട്രാഗ്ര ഘൃഷ്ടഘനപൃഷ്ഠഗരിഷ്ഠവർഷ്മാ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. കിം ച ഉത്തരേഷു കുരുഷു. നേരത്തെ തുടർച്ചയായിട്ട് പറഞ്ഞതിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്. കിം ച ഉത്തരേഷു കുരുഷു. എന്നു മാത്രമല്ല, ഹിരണ്മയത്തിൻ്റെയും വടക്കുള്ള ഉത്തരകുരു ഖണ്ഡത്തിൽ പ്രിയയായ ഭൂമിദേവി വിശേഷപ്പെട്ട നാനാ മന്ത്രങ്ങൾ കൊണ്ടും നാനാ സ്തോത്രങ്ങൾ കൊണ്ടും നന്നായി സേവിച്ചു കൊണ്ടിരിക്കുന്നവനും പ്രിയയാധരണ്യാമഹിതമന്ത്രനുതിപ്രഭേദൈഃ സംസേവിത. പ്രിയയായ ഭൂമിദേവി പ്രിയയാധരണ്യ വിശേഷപ്പെട്ട നാനാ മന്ത്രങ്ങൾ കൊണ്ട് മഹിതമന്ത്രനുതിപ്രഭേദൈഃ സംസേവിത നന്നായിട്ട് സേവിച്ചുകൊണ്ടിരിക്കുന്നവനും ദംഷ്ട്രാഗ്രഘൃഷ്ടഘന
പൃഷ്ഠ ഗരിഷ്ഠവർഷ്മ, തേറ്റകളുടെ അറ്റം കൊണ്ട് മേഘങ്ങളെ ചെന്നുരുമ്മിയ ഊക്കൻ ശരീരമുള്ളവനുമായ ത്വം വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ പാഹി. അവിടുന്ന് ജ്ഞാനികളാൽ സ്തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തേ രക്ഷിക്കണമേ. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് പറയുന്നത്, എന്നു മാത്രമല്ല ഹിരൺമയത്തിന്റെയും വടക്കുള്ള ഉത്തരകുരു ഖണ്ഡത്തില് പ്രിയയായ ഭൂമിദേവി വിശേഷപ്പെട്ട നാനാമന്ത്രങ്ങൾ കൊണ്ടും നാനാ സ്തോത്രങ്ങൾ കൊണ്ടും നന്നായി സേവിച്ചുകൊണ്ടിരിക്കുന്നവരും തേറ്റകളുടെ അറ്റം കൊണ്ട് മേഘങ്ങളെ ചെന്നുരുമ്മിയ ഊക്കൻ ശരീരമുള്ളവനുമായ അവിടുന്ന് ജ്ഞാനികളാൽ സ്തുതിക്കപ്പെട്ട യജ്ഞ വരാഹമൂർത്തെ അവിടുന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാഹി, ഏത് ഉപാസകനെയും രക്ഷിക്കണമേ എന്ന ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ശ്ലോകം 2 തവണ ഒരുമിച്ച് ചൊല്ലാം. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രമുദി പ്രഭേദൈഃ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ഠ ഗരിഷ്ഠവർഷ്മ ത്വം പാഹി വിജ്ഞനുദ യജ്ഞവരാഹമൂർത്തേ. കിഞ്ചോത്തരേഷു ഗുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുദി പ്രഭേദൈഃ ദംഷ്ട്രാഗ്രഘൃഷ്ടഘന പൃഷ്ഠഗരിഷ്ഠവർഷ്മ ത്വം പാഹി വിജ്ഞനുദ യജ്ഞവരാഹമൂർത്തേ. അടുത്ത ശ്ലോകം 8. യാമ്യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണോ. യാമ്യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ. ഇളാവൃതത്തിന്റെ തെക്ക്, ഹരിവർഷത്തിന്റെ തൊട്ട് തെക്ക് ഭാഗത്ത് ഉള്ള കിംപുരുഷ വർഷത്തിൽ ദൃഢഭക്തിഭാജാ ഹനുമത സംസേവിതഃ, ഉറച്ച ഭക്തിയുള്ള ദൃഢഭക്തിഭാജാ ഹനുമത ശ്രീഹനുമാനാൽ നന്നായി സംസേവിക്കപ്പെടുന്ന, നന്നായി സേവിക്കപ്പെട്ടവനായി സംസേവിത സീതാഭിരാമ പരമത്ഭുത രൂപശാലി. സീതാഹൃദയഹാരിയും അത്യാശ്ചര്യകരവുമായ ആകാര സൗഷ്ഠവത്താൽ ശോഭിക്കുന്നവനായി രാമാത്മക പരിലസൻ ശ്രീരാമാവതാരം പൂണ്ടു പരിശോഭിക്കുന്നവനായ വിഷ്ണോ ത്വം പരിപാഹി. വിഷ്ണോ ത്വം പരിപാഹി. ശ്രീ മഹാവിഷ്ണു അവിടുന്ന് പരിപാലിക്കേണമേ. ഈ ശ്ലോകത്തിലൂടെ രാമാവതാര സ്വരൂപനായ ശ്രീരാമചന്ദ്രസ്വാമിയെ ഹനുമതാദികളായ ഭക്തന്മാരാൽ സേവിച്ചുകൊണ്ട് ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ
ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇളാവൃതത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഹരിവർഷത്തിലുള്ള അതിനും തെക്കുള്ള ആ ഭാഗമാണ് വരുന്നത്. കിംപുരുഷ വർഷത്തിലെ വിശേഷമാണ് പറയുന്നത്. ഈ 8ാമത്തെ ശ്ലോകത്തിലൂടെ ഇളാവൃതത്തിന്റെ തെക്ക് ഹരിവർഷത്തിന്റെ തൊട്ട് തെക്ക് ഭാഗത്തുള്ള കിംപുരുഷ വർഷത്തിൽ ഉറച്ച ഭക്തിയുള്ള ശ്രീ ഹനുമാൻ ശ്രീരാമചന്ദ്രസ്വാമിയെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹനുമാനാൽ നന്നായി സേവിക്കപ്പെടുന്നവനായിട്ട് സീതാഹൃദയഹാരിയും അത്യാശ്ചര്യകരവുമായ ആകാര സൗഷ്ഠവത്താൽ ശോഭിക്കുന്നവനായിട്ടുള്ള ശ്രീരാമാവതാരം പൂണ്ട് പരിശോഭിക്കുന്നവനായ ശ്രീ മഹാവിഷ്ണു അവിടുന്ന് പരിപാലിക്കണമേ എന്നാണ് ഈ 8ാമത്തെ ശ്ലോകത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. 2 തവണ ഒരുമിച്ച് ഈ ശ്ലോകം എല്ലാവർക്കും ചൊല്ലാം. യാമ്യാം ദിശം ഭജതി കിംപുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമദ്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണോ യാമ്യാം ദിശം ഭജതി കിംപുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമദ്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണോ. അടുത്ത ശ്ലോകം 9. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സംഖ്യയോഗനുദിഭിഃ സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ശ്രീ നാരദ മഹർഷിയോടുകൂടി ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാരാൽ സാഖ്യയോഗനുദിഭിഃ സമുപാസ്യമാന സാഖ്യശാസ്ത്ര തത്വപ്രകാശങ്ങളും യോഗശാസ്ത്ര പ്രകാശങ്ങളുമായ സ്തോത്രങ്ങൾ കൊണ്ട് വേണ്ടതുപോലെ ഉപാസിക്കുന്നവനും ഇഹ ആകൽപകാലം സാധുജനാഭിരക്ഷി ഇവിടെ ഈ ഭാരതവർഷത്തിൽ ഈ പുണ്യമായ ഭാരതദേശത്തിൽ ഭാരത പുണ്യഭൂമിയിൽ പ്രളയം വരെയും ആകൽപകാലം സുഹൃതികളായ ജനങ്ങളെ രക്ഷിക്കുന്നവനും സാധു ജനാഭിരക്ഷി നരസഖ നാരായണത്വം ഭൂമൻ പരിപാഹി നരനാകുന്ന സുഹൃത്തോടുകൂടിയവനുമായ നാരായണനാകുന്ന അല്ലയോ സർവവ്യാപിൻ അങ്ങ് പരിരക്ഷിക്കണമേ. നരനാരായണന്മാര് ഭാരതഖണ്ഡത്തിലെ ഉപാസ്യദേവന്മാർ ആണ് എന്നാണ് പറഞ്ഞത്. ഈ ഭാരതഖണ്ഡത്തിൽ പുണ്യപുരാതനമായ ഈ ദേശത്തിൽ ഹിമവാന്റെ ദക്ഷിണ പാർശ്വത്തിലുള്ള പരമപവിത്രമായ ഈ ഭാരതഭൂമിയിൽ നരനാരായണന്മാരായിട്ട് നാരദ മഹർഷിയോട് കൂടിയിട്ട് ഭഗവാൻ തൻ്റെ പ്രഭാവം കാണിച്ചുകൊണ്ട് ലോകത്തിന് സാഖ്യയോഗം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. ബദരിയാശ്രമം വളരെ പുണ്യസങ്കേതം. ആ വിശേഷമാണ് ഇവിടെ പറയുന്നത്. ഈ ഭാരതവർഷത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പുണ്യമായ ഭാരതഭൂമിയിൽ
ശ്രീ നാരദ മഹർഷിയോടുകൂടി ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാര് സാഖ്യയോഗ ശാസ്ത്ര തത്വ പ്രകാശങ്ങളും യോഗശാസ്ത്ര പ്രകാശങ്ങളുമായ സ്തോത്രങ്ങൾ കൊണ്ട് വേണ്ടതുപോലെ ഉപാസിക്കുന്നവനും നാരദാദി മുനി വൃന്ദസേവിതം, ഇവിടെ പ്രളയകാലം വരെയും സുഹൃതികളായ ജനങ്ങളെ രക്ഷിക്കുന്നവനും നരനാകുന്ന സുഹൃത്തോടുകൂടിയവനുമായ നാരായണനാകുന്ന അല്ലയോ സർവവ്യാപിൻ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് പരിരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ജംബൂദ്വീപം എന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഏറ്റവും വലിയ വൻകരയിലെ ദ്വീപിലെ 9 വർഷങ്ങളുടെ, അതായത് 9 ഖണ്ഡങ്ങളുടെ 9 രാജ്യങ്ങളുടെയും പ്രസ്താവം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്ലാക്ഷം മുതലായ മറ്റു ദ്വീപിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഈ ശ്ലോകം 2 തവണ ചൊല്ലി സമർപ്പിക്കാം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാഖ്യയോഗനുദിഭിഃ സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാഖ്യയോഗനുദിഭിഃ സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. അടുത്ത ശ്ലോകം 10. ഇനി മറ്റ് ദ്വീപുകളെ കുറിച്ചാണ് പറയുന്നത്. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്യൂപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ചേംബുരൂപമഥവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാ. ഈ 10ാമത്തെ ശ്ലോകത്തിലൂടെ ഐ പ്ലാക്ഷേ അർക്കരൂപം, പ്ലാക്ഷേ അർക്കരൂപം ഐ പ്ലാക്ഷേ അർക്കരൂപം, അല്ലയോ ഭഗവാനെ പ്ലാക്ഷ വിപത്തിൽ ആദിത്യസ്വരൂപനും ശാൽമലേ ഇന്ദുരൂപം, ശാൽമല ദ്വീപത്തിൽ ചന്ദ്രസ്വരൂപനും, പ്ലാക്ഷം എന്ന ദ്വീപില് ആദിത്യസ്വരൂപനായിട്ടും ശാൽമലത്തിൽ ഇന്ദുരൂപനായിട്ടും ചന്ദ്രരൂപനായിട്ടും കുശനാമനി ദ്വീപേ വഹ്നിരൂപം, കുശം എന്നു പേരായ ദ്വീപത്തില് അഗ്നിസ്വരൂപനായിട്ടും ക്രൗഞ്ചേ അംബുരൂപം, ക്രൗഞ്ച ദ്വീപില് ആ ദ്വീപത്തില് ജലത്തിന്റെ രൂപത്തിൽ അംബുരൂപം ജലരൂപത്തിലും ജലസ്വരൂപനായിട്ടും അധശാഖേ വായുമയം ച ശാഖദ്വീപത്തിൽ ആകട്ടെ വായുസ്വരൂപനായിട്ടും പുഷ്കരനാംനി ബ്രഹ്മസ്വരൂപം അഭിത്വം ലോകാ ഭജന്തി, പുഷ്കരം എന്ന ദ്വീപത്തില് പരബ്രഹ്മസ്വരൂപനം ആയ അങ്ങയെ ഭക്തരായ ജനങ്ങൾ ഭജിക്കുന്നു. അല്ലയോ ഭഗവാനെ പ്ലാക്ഷദ്വീപത്തില് ആദിത്യസ്വരൂപനായിട്ടും ശാൽമല ദ്വീപത്തില് ചന്ദ്രസ്വരൂപനായിട്ടും കുശം എന്നുപേരായ ദ്വീപത്തില് അഗ്നിയുടെ സ്വരൂപത്തിലും ക്രൗഞ്ചദ്വീപത്തില് ജലസ്വരൂപനായിട്ടും ശാഖദ്വീപത്തിലാകട്ടെ വായുസ്വരൂപനായിട്ടും പുഷ്കരം എന്ന ദ്വീപത്തില് പരബ്രഹ്മസ്വരൂപനും ആയിട്ട് അങ്ങയെ ഭക്തന്മാരായിട്ടുള്ള ജനങ്ങൾ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശ്ലോകം 2 തവണ ചൊല്ലി സമർപ്പിക്കാം. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്യൂപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ചേംബുരൂപമഥ വായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാ.
പ്ലാക്ഷേർക്കരൂപമൈശാൽമല ഇന്ദുരൂപം ദ്യൂപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേംബുരൂപമഥവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ പ്ലാക്ഷേർക്കരൂപമൈശാൽമല ഇന്ദുരൂപം ദ്യൂപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേംബുരൂപമഥവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. അടുത്ത ശ്ലോകം 11. സർവൈർധ്രുവാദിഭിരുഡുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷ്വഭികൽപ്യമാനൈഃ ത്വം ശുംശുമാരവപുഷാ മഹതാമുപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ധ്രുവാദിഭിഃ സർവൈഃ ഉഡുപ്രകരൈഃ സർവൈഃ ധ്രുവാദിഭിഃ ഉഡുപ്രകരൈഃ ഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹതാം ഉപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ധ്രുവാദിഭിഃ സർവൈഃ ഉഡുപ്രകാരൈഃ വാൽ തുടങ്ങിയ അതത് അവയവങ്ങളുടെ സ്ഥാനത്ത് സങ്കൽപ്പിക്കപ്പെടുന്ന ധ്രുവൻ മുതലായ സകല നക്ഷത്ര സമൂഹങ്ങളോടും ഗ്രഹൈച ഉപരക്ഷിത സൂര്യചന്ദ്രാദികളായ ഗ്രഹങ്ങളോടും കൂടിയവനും സന്ധ്യാസു ശിംശുമാരവപുഷാ മഹതാം ഉപാസ്യ സന്ധ്യതോറും മൂവന്തിക്കും 3 സന്ധ്യയിലും ത്രിസന്ധ്യകളിലും ശിംശുമാരത്തിന്റെ വടിവുള്ളവനായിട്ട് യോഗ്യരായവരാൽ സേവിക്കപ്പെടേണ്ടവനും സിന്ധുശായിൻ ത്വം മമ നരകം രുന്ധി പാലാഴിയിൽ പള്ളികൊള്ളുന്നവനുമായ അവിടുന്ന് ഈ ഉള്ളവന്റെ നരകത്തെ തടയുമാറാകേണമേ. വാൽ തുടങ്ങിയ അതത് അവയവങ്ങളുടെ സ്ഥാനത്ത് സങ്കല്പിക്കപ്പെടുന്ന ധ്രുവൻ മുതലായ സകല നക്ഷത്ര സമൂഹങ്ങളോടും സൂര്യചന്ദ്രാദികളായ ഗ്രഹങ്ങളോടും കൂടിയവനും സന്ധ്യതോറും 3 സന്ധ്യകളിലും ശിംശുമാരത്തിന്റെ വടിവുള്ളവനായിട്ട് യോഗ്യരായവരാൽ സേവിക്കപ്പെടേണ്ടവനും പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനുമായ അവിടുന്ന് ഈ ഉള്ളവന്റെ നരകത്തെ തടയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നരകത്തെ തടയുക എന്ന് വെച്ചാൽ നരകസമാനമായ രോഗപീഡയെ ആ പ്രയാസത്തെ ശമിപ്പിക്കുക എന്നും അർത്ഥമുണ്ട്. നരകത്തിന് കാരണമായ ഹേതുവായ പാപത്തെ പരിഹരിക്കണമേ എന്നും അർത്ഥമുണ്ട്. ഭൂമണ്ഡലത്തിന്റെ പ്രസ്താവത്തിന് ശേഷം ഈ ശ്ലോകത്തില് ഇനി നഭോമണ്ഡലത്തെക്കുറിച്ചും പ്രസ്താവിച്ചു. അതാണ് ഇവിടുത്തെ വിഷയം. അവിടെ ഭഗവാൻ നേരത്തെ ഭൂമിയെക്കുറിച്ച് 7 വൻകരകളെക്കുറിച്ച് അതിലേറ്റവും ശ്രേഷ്ഠമായ ജംബൂദ്വീപത്തെക്കുറിച്ച് അതിലുണ്ടായ 9 ഖണ്ഡത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ഭഗവാൻ ശിംശുമാരത്തിന്റെ ഒരു വലിയ മത്സ്യവിശേഷത്തിന്റെ രൂപം ധരിച്ചിട്ട്, വലിയൊരു മത്സ്യ ആകൃതി ആ രൂപം ധരിച്ചിട്ട് അഭിവ്യാപ്തനാണ് എന്നും ശിംശുമാരത്തിന്റെ വാലിന്റെ സ്ഥാനത്ത്, ഒരു വലിയ മത്സ്യമായിട്ട് സങ്കല്പിച്ചാൽ വാലിന്റെ സ്ഥാനത്ത് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ധ്രുവ നക്ഷത്രവും മറ്റു അവയവങ്ങളുടെ സ്ഥാനങ്ങളിൽ മറ്റു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമാകുന്നു എന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഏറ്റവും താഴെയുള്ള പാതാളത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം മേൽപോട്ടും പറഞ്ഞു കഴിഞ്ഞു, ഭൂമിയെക്കുറിച്ച് മേൽപോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് താഴെയുള്ള
പാതാള ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പായിട്ട് 2 തവണ ഈ ശ്ലോകം ചൊല്ലി സമർപ്പിക്കാം. സർവൈർധ്രുവാദിഭിരുഡു പ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹദാമുപാസ്യ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. സർവൈർധ്രുവാദിഭിരുഡു പ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹദാമുപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. അടുത്ത ശ്ലോകം 12. പാതാള മൂലഭുവി ശേഷതനും ഭവന്തം ലോകൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേഹര ഗദൻ ഗുരുഗേഹനാഥ. പാതാളമൂലഭുവി പാതാളത്തിന്റെ അടിത്തട്ടിൽ ലോകൈക കുണ്ടല വിരാജി സഹസ്രശീർഷം കിടന്ന് ആടിക്കളിക്കുന്ന ഒരേ ഒരു കുണ്ടലം കൊണ്ട് നന്നായി വിളങ്ങുന്ന 1000 ഫണങ്ങളുള്ളവനും നീലാംബരം ധൃതഹലം നീലവർണമായ വസ്ത്രം ധരിച്ചവനും ഭുജഗാംഗനാഭിജുഷ്ടം ഹലം കലപ്പ ആയുധമായി എടുത്തിട്ടുള്ളവനും നാഗസ്ത്രീകളാൽ പരിസേവിതനുമായ ശേഷധനും ഭവന്തം ഭജേ ആദിശേഷന്റെ രൂപത്തിലുള്ള അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ഗുരുഗേഹനാഥ ഗദാൻഹര അല്ലേ ഗുരുവായൂരപ്പ എന്റെ രോഗങ്ങളെ ശമിപ്പിക്കേണമേ. പാതാളത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് ആടിക്കളിക്കുന്ന ഒരേ ഒരു കുണ്ടലം കൊണ്ട് നന്നായിട്ട് വിളങ്ങുന്ന 1000 ഫണങ്ങളുള്ളവനും നീല വർണ്ണമായ വസ്ത്രം ധരിച്ചവനും ഹലം കലപ്പ ആയുധമായിട്ട് എടുത്തിട്ടുള്ളവനും നാഗസ്ത്രീകളാൽ പരിസേവിതനുമായ ആദിശേഷന്റെ രൂപത്തിലുള്ള അങ്ങയെ ഭജിച്ചുകൊള്ളുന്നു. അല്ലയോ ഗുരുവായൂരപ്പ എന്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ. ഇങ്ങനെ ജഗത്തിന്റെ പ്രധാന വിഭാഗങ്ങളും അവയിൽ ഓരോന്നിലും ഏതേത് രൂപത്തിൽ ഉപാസിച്ചു പോരുന്നു എന്നുള്ളതും ഈ ദശകത്തിൽ സാമാന്യമായിട്ട് പ്രസ്താവിച്ചുകൊള്ളുന്നു. ഈ ശ്ലോകം 2 തവണ ചൊല്ലിയിട്ട് അങ്ങോട്ട് സമർപ്പിക്കാം. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോകൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേഹര ഗദൻ ഗുരുഗേഹനാഥ. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോകൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേഹര ഗദൻ ഗുരുഗേഹനാഥ. ഇവിടെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടുന്ന ഒരു ഭാഗമാണ് പറഞ്ഞു തരുന്നത്. നാരായണീയം വായിച്ച് ഗുരുവായൂരപ്പന്റെ മുന്നിൽ സമർപ്പിക്കുക മാത്രമല്ല, നാരായണീയ പഠനം കേവലം നാരായണീയം ശ്ലോകങ്ങളായിട്ട് വേഗത്തിൽ ഒന്ന് ചൊല്ലി സമർപ്പിക്കണമെങ്കിൽ 5 മണിക്കൂർ കഷ്ടിച്ചു മതിയാകും. മാത്രവുമല്ല, ഓരോ ദശകങ്ങളായിട്ട് ചൊല്ലിത്തരണമെങ്കിൽ പഠിപ്പിച്ച്, അതായത് ചൊല്ലാൻ പഠിപ്പിച്ച് 2 തവണയായിട്ട് ചൊല്ലാൻ പഠിപ്പിച്ച് ചൊല്ലിത്തരണമെങ്കിൽ നമുക്ക് സമയം കുറച്ചു മതിയാകും. ഒരു 10 മണിക്കൂർ മതിയാവും ശരിക്ക് ചൊല്ലാൻ പഠിപ്പിക്കുകയാണെങ്കിൽ. 2 തവണ ചൊല്ലിത്തരിക, ഏറ്റു ചൊല്ലുക, 10 മണിക്കൂർ.
അത് അവിടുന്ന് ഒരു തവണ ചൊല്ലാൻ 5 മണിക്കൂർ. പക്ഷെ അതല്ല നമ്മളുടെ ലക്ഷ്യം. നാരായണീയം കേവലം യാന്ത്രികമായിട്ട് പഠിക്കുക, പെൻഡ്രൈവിലൂടെ CD-കളിലൂടെ ഒക്കെ കേൾക്കുന്ന രൂപത്തിൽ നാരായണീയം നമ്മളും ചൊല്ലുക എന്നുള്ളതിനപ്പുറത്ത് അതിശ്രേഷ്ഠമായ വേദത്തിന്റെ മുഴുവൻ സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തെ 18,000 ഗ്രന്ഥസംഖ്യയുള്ള ഭാഗവതത്തെ ഈ 1000-ൽ അധികം ശ്ലോകങ്ങളിലേക്ക് ചുരുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഉപാസനയാണ്. ആ ചെയ്തതൊരു ഉപാസനയാണ്. ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഉപാസനയായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കേവലം ഒരു യാന്ത്രികതയ്ക്കപ്പുറത്ത് അത് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, വീണ്ടും വീണ്ടും ഉപാസിക്കുക, നാരായണീയത്തെ ഉപാസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേവലം പാഠഭാഗങ്ങൾ പഠിക്കുന്നത് പോലെ, പദ്യം ചൊല്ലിയിട്ട് സമർപ്പിക്കുന്നത് പോലെ കേവലം യാന്ത്രികമാകേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് ഗുരുവായൂർ സമ്പ്രദായത്തിൽ ശ്രീധരീയ ഭാഗവത പഠനത്തിൻ്റെ ഭാഗമായിട്ട് നാരായണീയം വളരെ വിസ്തരിച്ച് തന്നെ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ സാധിക്കുന്നത്. ഇനി ഇവിടുത്തെ ഒരു ചെറിയൊരു പട്ടികയുണ്ട്, അത് കൂടി ഒന്ന് മനസ്സിലാക്കാം. അതായത് 7 വൻകരകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരാം. പ്ലാക്ഷം, അതുപോലെ ശാൽമലം, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം. ഇത് നമ്മൾ സാധാരണ പറയുന്ന വൻകരകൾ 7 ആണെങ്കിൽ അത് ജംബു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് വേറെ തന്നെ പറയുകയാണ്. ജംബു, പ്ലക്ഷം, ശാൽമലം, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം, 7 വൻകരകൾ. ഈ 7 വൻകരകളിലും ഉപാസന പണ്ട് കാലത്തുണ്ടായിരുന്നു. അതായത് ഉപാസ്യൻ, ഉപാസകൻ. ഉപാസ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് ഉപാസിക്കുന്നത് അതാണ് ഉപാസ്യൻ എന്ന് പറയുന്നത്. ഉപാസകൻ എന്ന് പറഞ്ഞാൽ ഉപാസിക്കുന്നവരെയാണ് പറയുന്നത്. പ്രധാനമായിട്ടുള്ള ഉപാസകൻ. അതില് ഓരോ വർഷത്തിലും, ഇത് വേണമെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് തന്നെ ഒരു ലിങ്കായിട്ട് ഇട്ടുതരാം. ഇളാവൃതം, ഭദ്രാശ്വം, ഹരിവർഷം, കേതുമാലം, രമ്യകം, ഹിരൺമയം, ഉത്തരഗുരു, കിംപുരുഷം, ഭാരതം. ഇതാണ് 9 ഖണ്ഡങ്ങൾ. ഏഷ്യാ വൻകരയിൽ ജംബൂദ്വീപിലുള്ള 9 ഖണ്ഡങ്ങൾ, നവഖണ്ഡങ്ങൾ. ഭാരതത്തിലെ 9 രാജ്യങ്ങൾ എന്നർത്ഥം. അന്നത്തെ 9 ഭൂവിഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലൊക്കെ ഉപാസനയുണ്ട്. ഇളാവൃതത്തിൽ സംഘർഷണമൂർത്തിയെ ശ്രീ പരമേശ്വരൻ ഉപാസിക്കുന്നു. ഭദ്രാശ്വപരിഷത്തിൽ ഹയഗ്രീവമൂർത്തിയെ ഭദ്രശ്രവസ്സുകൾ ഉപാസിക്കുന്നു. ഹരിവരിഷത്തിൽ നരസിംഹമൂർത്തിയെ പ്രഹ്ലാദനും മറ്റും ഉപാസിക്കുന്നു. കേതുമാലത്തിൽ പ്രദ്യുമ്നനെ ശ്രീ ഭഗവതിയും മറ്റും ഉപാസിക്കുന്നു. രമ്യകം എന്ന വർഷത്തില് മത്സ്യമൂർത്തിയെ വൈവസ്വത മനു ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. ഹിരണ്മയത്തിൽ കൂർമ്മമൂർത്തിയെ അര്യമാവ് ഉപാസിക്കുന്നു. ഉത്തരഗുരുവില് വരാഹമൂർത്തിയെ ഭൂമിദേവി ഉപാസിക്കുന്നു. കിംപുരുഷത്തിൽ ശ്രീരാമനെ ഹനുമാദികള് ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. ഭാരതഭൂമിയില് നരനാരായണന്മാരെ നാരദനും മറ്റും ഉപാസിക്കുന്നു. ഇതാണ് 9 ഖണ്ഡങ്ങളിലെ വിശേഷം, ജംബൂദ്വീപിലെ വിശേഷം. ഇനി ജംബൂദ്വീപിന് പുറത്തുള്ള 6 ദ്വീപുകളുണ്ട്, വൻകരകൾ. അതാണ് പ്ലാക്ഷം നേരത്തെ പറഞ്ഞത്. അതിൽ ഓരോന്നിലും എങ്ങനെയാണ് ഉപാസിക്കുന്നത്? പ്ലാക്ഷത്തിൽ ആദിത്യനെയാണ് ഉപാസിക്കുന്നത്. ശാൽമലത്തിൽ ചന്ദ്രനെയാണ് ഉപാസിക്കുന്നത്. കുശത്തിൽ അഗ്നിയെ ഉപാസിക്കുന്നു. ക്രൗഞ്ചത്തിൽ ജലത്തെ ഉപാസിക്കുന്നു. ശാകത്തിൽ വായുവിനെ ഉപാസിക്കുന്നു. പുഷ്കരത്തിൽ പരബ്രഹ്മത്തെ ഉപാസിക്കുന്നു. ഇങ്ങനെയാണ് ഓരോന്നിലുമുള്ള ഉപാസന മൂർത്തികളെ കുറിച്ചും പറഞ്ഞു തന്നത്. ഇതോടുകൂടി 21ാം ദശകം ഇവിടെ സമർപ്പിക്കുന്നു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കാം. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധികസു മധുരം മുക്തിഭാജാം നിവാസോ
ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.